എൻ്റെ പേര് പ്രിയ. ഇതെൻ്റെ പപ്പ ജോയി. ഞങ്ങൾ വയനാട്ടിൽ മക്കിയാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരികയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടി എടുക്കുന്നത് 2023 മാർച്ച് 24-നാണ്. അപ്പം ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുടുംബത്തിൽ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വളരെ വല്ലാണ്ട് എനിക്ക് ഫ്രസ്ട്രേഷനായി. അപ്പോൾ ഒരു സൂയിസൈഡിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന എന്നെ അപ്പം കിടക്കാൻ നേരത്ത് മോനെയും കൂട്ടി ഒന്നിച്ച് സൂയിസൈഡ് ചെയ്യാം എന്ന രീതിയിലായിരുന്നു അന്ന് രാത്രിയിൽ ഞാൻ തീരുമാനിച്ചിരുന്നത്. അപ്പം എനിക്ക് ആരോ ഒരാൾ കൃപാസനം പത്രം തന്നിരുന്നു. അപ്പം ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ തലവണ്ണയുടെ അടിയിലായിട്ടായിരുന്നു വെച്ചിരുന്നത്. പിന്നെ പേടി തോന്നുമ്പം ചെറുപ്പം മുതലേ ഞാൻ ഈ ബൈബിളും കൊന്തയും എൻ്റെ തലഭാഗത്ത് വെക്കുമായിരുന്നു പേടി കാരണം. അപ്പം അന്ന് രാത്രി കൊച്ചിനെയും കൂട്ടി സൂയിസൈഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ മോനെ അവസാനമായിട്ടൊന്ന് ചുംബിക്കാം എന്ന് വിചാരിച്ച് മോനെ ഞാൻ ഉമ്മ വെച്ചപ്പം എൻ്റെ മോൻ പെട്ടെന്ന് തലവണ്ണയുടെ അടിയിലിരുന്ന കൃപാസനം പത്രം എനിക്ക് എടുത്തു തന്നു. അതിനുശേഷം അവൻ ഉറങ്ങിക്കിടന്ന്, അവന് വെറും 2 വയസ്സേ ഉള്ളൂ. അവൻ ഉറങ്ങിക്കിടന്നേ അവൻ പെട്ടെന്ന് ബൈബിളിൻ്റെ അടുക്കുന്ന ഒരധ്യായം എടുത്തിട്ട് അതിനകത്ത് അവൻ കൈ വെച്ചിട്ട് അവൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ എനിക്ക് സംശയം വന്നപ്പം ഞാൻ അവൻ്റെ കൈ എടുത്ത് മാറ്റിയിട്ട് ആ ഭാഗം വായിച്ചപ്പം അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 41-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം മുതലുള്ളതായിരുന്നു അവൻ്റെ കൈ ഇരുന്നത്. അപ്പം ഞാനത് വായിച്ചപ്പോൾ അതിനകത്ത് ഇപ്രകാരമായിരുന്നു എഴുതിയിരിക്കുന്നത്: നിൻ്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഏറ്റവും അവസാനം ഞാൻ ഇതെല്ലാം ചെയ്തു കഴിയുമ്പം നീ എൻ്റെ നാമം മഹത്വപ്പെടുത്തും എന്നുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം ഞാൻ അനുഭവിച്ചു പോന്നിരുന്ന വേദനകൾ മുഴുവൻ ദൈവം എനിക്ക് വേണ്ടി പരിഹാരം ചെയ്യുമെന്നും എന്നെ വേദനിപ്പിച്ചവർക്കെതിരെ കർത്താവ് ശക്തമായിട്ട് നിൽക്കുമെന്നായിരുന്നു അതിൻ്റെ ഒരു ഉള്ളടക്കം വന്നിരുന്നത്. എനിക്കതിനകത്തുനിന്ന് വളരെയധികം സ്വാതന്ത്ര്യം വന്നു. ആ സമയത്ത് എനിക്ക് കിട്ടേണ്ട ഒരു സ്വാതന്ത്ര്യമായിരുന്നു അത്. അപ്പം പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് എത്ര തെറ്റായിപ്പോയെന്ന് എനിക്ക് ആ ഒരു നിമിഷം തന്നെ തോന്നി. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്തു, ആ വീട്ടിൽ നിന്ന് അവർക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന്, എൻ്റെ ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി ആ സമയത്ത് അവർക്ക്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ ഏറ്റവും മൂത്തതാണ്. അപ്പം എൻ്റെ അനിയൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം ഒരു മാസം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടുന്ന ഒരു കുടുംബത്തിലോട്ട് ഒരു കുഞ്ഞിനെയും കൊണ്ട് കയറി ചെല്ലുമ്പം അവർക്ക് ഞാൻ ബാധ്യതയായാലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയത്. അപ്പം പെട്ടെന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു. മമ്മീനെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത് നോക്കി, സ്വന്തം വാഹനത്തിലാണെങ്കിലും വരാമെന്നുള്ള രീതിയിൽ. പക്ഷേ ഞങ്ങൾക്ക് കൃപാസനത്തിലോട്ട് പോകുന്ന ബസ്സുണ്ട് വയനാട്ടിൽ നിന്ന്. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കൃത്യം മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ പപ്പയ്ക്ക് വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. ഞങ്ങളുടെ അവിടുന്ന് ഞങ്ങൾക്കൊരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ പ്രളയത്തിൽ കുത്തി ഒലിച്ചു പോയി. അപ്പോൾ അത് കെട്ടിപ്പണിതിരുന്നത് ഈ പാറക്കല്ല് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ പാറക്കല്ല് മുഴുവൻ പുഴയുടെ ശക്തിയായ വെള്ളത്തിൽ അത് വന്നിട്ട് ഇങ്ങനെ കൂത്ത് അവിടെ നിൽപ്പുണ്ട് ആ സൈഡിൽ. അപ്പം ഞങ്ങൾ ഈ പാലത്തിലോട്ട് കയറാൻ വേണ്ടി ഒരു മരത്തടിയായിരുന്നു വെച്ചിരുന്നത്. അപ്പം പപ്പയും അത്യാവശ്യം അപ്പുറ ഭാഗത്തുള്ളവരെല്ലാം സ്കൂട്ടി അതിനകത്തൂടെയായിരുന്നു കടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പപ്പ അതിൽ കൂടെ സ്കൂട്ടി കടത്തിയതും സ്കൂട്ടി അടക്കം പപ്പ ആ പാറക്കല്ലിലോട്ട് വീണതേ പപ്പയ്ക്ക് ഓർമ്മയുള്ളൂ. പിന്നെ പപ്പയ്ക്ക് അനക്കമില്ല. മമ്മി മാത്രമേ ഇത് കണ്ടുള്ളൂ. മമ്മി 100 മീറ്റർ ഓടി വീട്ടിൽ വന്ന് മോളെ പപ്പ പോയി എന്ന് പറഞ്ഞതും ഞാൻ അവിടുന്ന് 100 വിട്ട് ചെന്ന് പപ്പയുടെ പൾസ് നോക്കുമ്പോൾ പപ്പയ്ക്ക് പൾസില്ല, കണ്ണ് നോക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ണ് മുഴുവൻ എഡിമയായി ബ്ലീഡിങ് ആയിട്ട്. അപ്പം എനിക്ക് ശ്വാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട്, ഞാനൊരു നേഴ്സാണ്. പെട്ടെന്ന് അവിടുന്ന് ഞാൻ CPR സ്റ്റാർട്ട് ചെയ്തു. 2ാമത്തെ സൈക്കിളിൽ പപ്പ റിവൈവ് ചെയ്തു, റെസ്പോണ്ട് ചെയ്തു. അപ്പം എൻ്റെ ഹസ്ബൻഡ് അവരുടെ വീട്ടുകാർക്കെതിരെ ഞാൻ ചെറിയൊരു കേസ് കൊടുത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് അത്ര ദേഷ്യത്തിലായിരുന്നു എന്നോട്. പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞിനെ കാണാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. ഒരു മടിയും കൂടാണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പപ്പേനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കറക്റ്റ് സമയത്തിന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ആദ്യത്തെ സ്കാനിങ് ആണിത്. ഈ ആദ്യത്തെ സ്കാനിങ്ങിനകത്ത് CT സ്കാനിങ്ങിനകത്ത് ഇത് എപ്പിഡ്യൂറൽ ഹെമറേജ്, അതായത് ഈ ബ്രെയിനിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ്ങും പപ്പയുടെ ടെമ്പറൽ റീജിയനകത്ത് നല്ല പൊട്ടലും ഉള്ളതായിട്ടാണ് കാണിച്ചത്. ഡിസ്പ്ലേസ്ഡ് ബോൺ ഫ്രാക്ചർ എന്നായിരുന്നു കാണിച്ചത്. ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുമ്പം പൊട്ടി മാറിപ്പോയി എന്നാണ് അർത്ഥം. അപ്പം അവർ പറഞ്ഞു ഇൻറ്റിബേഷൻ്റെ ആവശ്യമുണ്ട്, ആളെ തിരിച്ച് കിട്ടുമെന്ന് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഹയർ സെൻറ്ററിലോട്ട് റെഫർ ചെയ്യാൻ പറഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു പൈസ പ്രശ്നമല്ല, എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. അപ്പോൾ അവർ എമർജൻസി ICU വാഹനത്തിനകത്ത് ഒരു ഡോക്ടറും
2 നേഴ്സുമാരും അടങ്ങുന്ന വാഹനത്തിൽ കോഴിക്കോടോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ആകപ്പാട് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത് കൃപാസനത്തിലെ പത്രം മാത്രമായിരുന്നു. അപ്പം പ്രാർത്ഥിച്ച് മാതാവിനോട്, മാതാവേ ഞാൻ അവർക്കെതിരെയായിട്ടുള്ള കേസ് പിൻവലിച്ചോളാം, പക്ഷേ എൻ്റെ പപ്പേനെ എനിക്ക് തിരിച്ചു തരണമെന്ന് ഞാൻ അവിടെ നിന്നിട്ട് മാതാവിനോട് പ്രോമിസ് ചെയ്ത് പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ പപ്പേനെ തിരിച്ചു തരുവാണെങ്കിൽ. അപ്പം കൃപാസനം പത്രം പപ്പയുടെ ആൾ സ്ട്രെച്ചറിൽ വെച്ചിട്ട് കോഴിക്കോടോട്ട് വിട്ടു. അത്ഭുതം എന്നാണ് പറയേണ്ടത്, ശരിക്കും മിറാക്കിളാണ്. കോഴിക്കോട് എത്തി അന്നേ ദിവസം ചെയ്ത CT സ്കാനിനകത്ത് ഡിസ്പ്ലേസ്ഡ് പോൺ അൺഡിസ്പ്ലേസ്ഡ് എന്നാണ് വന്നിരുന്നത്. അൺഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ പൊട്ടി അകന്നിരുന്ന പോണ് ഒന്നിച്ച് ചേർക്കപ്പെട്ടു. അവിടെ 5 mm തിക്നെസ് ഉണ്ടായിരുന്ന ബ്ലീഡിങ് ചെറിയ മിനിമൽ ബ്ലീഡിംഗ് ആയിട്ട് മാറി. അവിടെ എപ്പിഡ്യൂറൽ ഹെമറേജ് ഉണ്ടായിരുന്നില്ല, അത്രയും ഹെമറേജ് ഉണ്ടായിരുന്ന 5 mm തിക്നെസ് ഉണ്ടായിരുന്ന ഹെമറേജ് അത് ഒട്ടും തിക്നെസ്, അവിടെ ഒരു എപ്പിഡ്യൂറൽ ഹെമറ്റോമ കോസ് ചെയ്യാണ്ട് അത്രയും ക്ലീനായിട്ട് പപ്പയുടെ ആ മുറിവ് മാറ്റി. ഒരു ദിവസം പോലും അവരവിടെ അഡ്മിറ്റ് ചെയ്തില്ല. അവർ പറഞ്ഞു, നിങ്ങളൊരു നേഴ്സല്ലേ, നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ഇഞ്ചക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യാം, ആ ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പപ്പേനെ കൊണ്ടുവന്നു. ഞങ്ങളുടെ വീട്ടിലോട്ട് റോഡ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വെറും 5 ദിവസം മാത്രമാണ് പപ്പേനെ വെച്ചത്. പപ്പ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇപ്പോഴും പപ്പ വണ്ടി ഓടിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യും, പണിയെടുക്കുന്നു. ഞങ്ങൾക്ക് പൈസയുടെ അത്രയ്ക്കും ടഫായിരുന്ന സമയത്ത് പോലും ഒരൊറ്റ പൈസ ഞങ്ങൾക്ക് പോക്കറ്റിൽ നിന്ന് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഒരു പ്രശ്നവും ഞങ്ങൾക്ക് വന്നില്ല. അതഞ്ഞ് രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുമ്പോൾ എനിക്ക് OET പഠിച്ച് ഇവിടുത്തെ നിയോഗത്തിൽ ഞാൻ 6 നിയോഗത്തിൽ എനിക്ക് OET പഠിച്ച് പുറത്ത് പോകണം, എനിക്ക് ഫാമിലിയോടൊപ്പം പോകണം എന്നായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ എഴുതി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് എഴുതാൻ കിട്ടിയത്. അപ്പോൾ എഴുതിയപ്പോൾ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ 2 B 2 C+ വരുന്നു, അതായത് മാൾട്ടയ്ക്ക് പോകാം എന്നൊരു രീതിയിൽ. അപ്പം മാൾട്ടയ്ക്ക് പോകണമെങ്കിലും 6 lakhോളം വേണം. അപ്പോൾ അത്രയും പൈസ ഉണ്ടാക്കാനും എൻ്റെ ഫാമിലീനെ സംബന്ധിച്ച് അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ മാതാവിനോട്, എന്നാലും എനിക്ക് മാതാവ് ഇത് തന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ പപ്പേനെ കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്നപ്പം എന്നോട് ജീന സിസ്റ്റർ പറഞ്ഞു, പപ്പേനെ കൊണ്ടുവരണം, കാരണം ഇത്രയും വലിയ സാക്ഷ്യമല്ലേ, അതൊരു പപ്പേനെ കൊണ്ടുവന്നാലേ അതിൻ്റെ ഒരു ഇതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പപ്പേനെ കൊണ്ടുവരാൻ അടുത്ത പ്രാവശ്യം എന്ന്. അപ്പം അത് കൂടാണ്ട് ഞാൻ പോകാൻ നേരത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം നീ വരുമ്പം നീ വിസയും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയമായി. അപ്പം ഞാൻ ഇവിടുന്ന് പോയി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചൻ പ്രാർത്ഥിച്ച് തരുന്ന ഒരു കാശ് രൂപം തന്നു. കാശ് രൂപം എടുത്ത് ഞാൻ രണ്ടാമത് വെറും 10 ദിവസത്തെ മാത്രം പിന്നെ ഓഫ്ലൈൻ ക്ലാസ് എടുത്ത് ഞാൻ എക്സാം എഴുതി. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം റിസൾട്ട് വന്നു. എല്ലാ മൊഡ്യൂളിലും B സ്കോർ കിട്ടി, എനിക്ക് UK സ്കോർ കിട്ടി. ഞാൻ പ്രോസസ്സിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞു തീർക്കാൻ. കാരണം ഈ 2 മാസത്തിനുള്ളിൽ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ മാതാവേ, എനിക്ക് എക്സ്ട്രാ കരിക്കുലറായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കുറേ അനുഗ്രഹങ്ങളുണ്ട് പപ്പയുടെ കാര്യമായിട്ടും ഫാമിലി പരമായിട്ടും. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഓക്കെയാണ് ഞാനുമായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ അത്യാവശ്യമായി ചോദിച്ച കാര്യങ്ങൾ നടന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. ഈ ഞാൻ ചോദിച്ച കാര്യങ്ങൾ എനിക്ക് നേടിത്തരാൻ വേണ്ടി എന്നിലെ ചില കാര്യങ്ങൾ നേരെയാക്കേണ്ടതുണ്ടായിരുന്നു. അത് ആ 2 ഉടമ്പടിയുടെ സമയത്ത് അമ്മ അത് നേരെയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് എനിക്ക് തിരിഞ്ഞതാണ് 3ാമത്തെ ഉടമ്പടിയിൽ. എനിക്കെൻ്റെ രജിസ്ട്രേഷനിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ അമ്മ ഓരോന്ന് ക്ലിയർ ചെയ്തു. ഇപ്പോൾ എനിക്ക് ഡയറക്റ്റായിട്ട് UK അപ്ലൈ ചെയ്യാം. പ്രോസസ്സിങ്ങിന് ഞാൻ കേരള രജിസ്ട്രേഷന് ഒരു തടസ്സം ഉണ്ടായിരുന്നു, മാറി കിട്ടി. അതിൻ്റെ രജിസ്ട്രേഷൻ വന്നു. ഇന്നോ നാളെയോ അതിൻ്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പ്രോസസ്സിങ് ചെയ്യാൻ തുടങ്ങാം. പിന്നെ എനിക്ക് വേറൊന്ന് പറയാനുള്ളത്, എനിക്ക് വാഹനം ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. 2 വീലറായിരുന്നു എനിക്ക് ഭയങ്കര പേടി. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, എല്ലാ പിള്ളേരും നിൻ്റെ പ്രായത്തിലുള്ളത് വണ്ടി ഓടിക്കും, നിനക്കൊന്നും അറിയത്തില്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് സ്കൂട്ടി വാങ്ങി തന്നു. എനിക്ക് പട്ടിക്ക് മുഴുവൻ തങ്ങ കിട്ടിയ പോലെ എനിക്ക് അറിയത്തുമില്ല, ഓടിക്കാനും അറിയത്തില്ല. അപ്പം ഞാൻ വീട്ടിൽ കിടന്ന് വെറുതെ ഉരുട്ടി പഠിച്ചു. വെറും ഒരാഴ്ച കൊണ്ട് ഞാൻ സിറ്റി കൂടെ ഡ്രൈവ് ചെയ്തു തുടങ്ങി. ഇപ്പം എൻ്റെ ആത്മവിശ്വാസം, എനിക്ക് വയനാട്ടിൽ നിന്ന് വേണമെങ്കിൽ ഇവിടം വരെ സ്കൂട്ടി എടുത്തുകൊണ്ട് വരാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഞാൻ കോഴിക്കോട്, പേരാമ്പ്ര എല്ലാ ഭാഗത്തൂടെ ഒറ്റയ്ക്ക് ഞാനിപ്പോൾ സ്കൂട്ടിക്ക് പോകും, എനിക്ക് പേടിയില്ല. പിന്നെ മാതാവ് എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ദിവസം മുഴുവൻ ഇവിടെ നിന്ന് പറഞ്ഞാലും തീരില്ല, അത്രമാത്രം ഉണ്ട്. പക്ഷേ എൻ്റെ മെയിനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളൂ.
കോടാനുകോട് കാര്യങ്ങൾ ഇപ്പോഴും അന്ന് മുതലേ നടന്നുകൊണ്ടിരുന്നത് ഞാൻ റിയലൈസ് ചെയ്യാണ്ട് പോയ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യത്തിൽ കെയർഫുള്ളായിരുന്നു എന്നത്. അപ്പം മെയിനായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് സെൻറ്റ് സ്കോളാസ്റ്റിക്ക ഹോസ്പിറ്റലിലാണ്. അവിടെ ഒരു ആതുര സേവന സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ അമ്മച്ചിമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ മാക്സിമം ടൈം അവരുടെ അടുത്ത് യൂട്ടിലൈസ് ചെയ്യാനും അവരെ സന്തോഷിപ്പിക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒട്ടും കഷ്ടപ്പെടാണ്ട് എൻ്റെ അമ്മ എനിക്ക് സൈഡിൽ ആക്കി തന്നു. ഞാൻ എവിടെയും പോകേണ്ട വന്നില്ല, എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് എങ്ങും പോകേണ്ട വന്നില്ല. എൻ്റെ ചുറ്റും എനിക്ക് ഒട്ടും സമയം അതിന് കണ്ടെത്തേണ്ട വന്നില്ല. എക്സ്ട്രാ ഒട്ടും ആരോഗ്യം കളയാണ്ട് ഒട്ടും അധ്വാനിക്കാതെ അമ്മ എനിക്ക് എല്ലാം സൈഡിൽ എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് പോകുന്നുണ്ട്. ഞാൻ ഏറ്റവും സന്തോഷത്തോടെ എനിക്ക് അമ്മ തന്ന ആ സംവിധാനങ്ങളൊക്കെ ഞാനിപ്പം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പത്രം കിട്ടുമ്പോഴും കൃപാസനം പത്രം കിട്ടുമ്പോഴും അസുഖമുള്ളവർ വരുമ്പോൾ കൃപാസനം തൈലം കൊടുത്തും ഉടമ്പടി തൈലം കൊടുത്തുമൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും ഞാനത് മുമ്പോട്ട് കൊണ്ടുപോകും. എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെയും കെട്ടിയവനെയും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയി ആദ്യത്തെ ലീവിന് ഞാൻ അവരെ ഞങ്ങൾ 3 പേര് പിന്നെ ഇവിടെ വരും സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. ഒരുപാട് അനുഭവങ്ങൾ, ഇപ്പോൾ ഒരു ദിവസം നിന്ന് പറഞ്ഞാൽ പോലും തീരാത്തത്ര അനുഭവങ്ങൾ ഉള്ള വ്യക്തികളെയാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മകൾ പറഞ്ഞു അസാധ്യമാണെന്ന് കരുതിയ എന്നാൽ സാധ്യമായി തീർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ സാക്ഷ്യത്തിൻ്റെ ആരംഭം, ഒരു ഉടമ്പടിയുടെ ആരംഭം ഇതിൽ ആരോ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്നോ കൊടുത്തൊരു പത്രത്തിൻ്റെ കാര്യമാണ് ഇവിടെ റെഫറൻസിൽ ഫസ്റ്റ് വരുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരു പക്ഷേ അത് മേടിക്കുന്ന 100% പേരും അത് സ്വീകരിക്കുമോ, അത് കൊടുക്കാതിരിക്കുമോ. പക്ഷേ അത് ഏത് സാഹചര്യത്തിലാണ് ആ പത്രം, അല്ലെങ്കിൽ എപ്പോഴും ജോസഫച്ചൻ പറയണത് പോലെ ഒരു മാതാവിൻ്റെ കരം പോലെ, ഒരു പ്രത്യാശ പോലെ ഒരുപാട് ജീവിതത്തിൽ നിങ്ങളിവിടെ യൂട്യൂബിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ പേര് കണ്ടിട്ടുള്ള സാക്ഷ്യങ്ങളുടെയൊക്കെ ആരംഭം ഇതുപോലെ വെച്ചിട്ട് പോയതും മറന്നുപോയതും കൊടുത്തതുമായിട്ടുള്ള ഈ ഒരു പത്രത്തിൽ നിന്ന് ഒരു പക്ഷേ മാതാവിൻ്റെ കരമാണെന്ന് പോലും നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട വലിയൊരു സാന്നിധ്യം മാതാവ് ഇതിലൂടെ നൽകുന്നുണ്ട്. പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കയ്യിൽ കാശ് രൂപമോ ഉടമ്പടിയിലെ വസ്തുക്കളൊന്നുമില്ല. അപ്പം അന്ന് തലയണയിൽ വെച്ചിരുന്ന പത്രം ജീവിതം അവസാനിപ്പിക്കുവാനായിട്ടൊക്കെ ചിന്തിച്ചിരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ദൈവത്തെ ആത്മാർത്ഥമായിട്ട് വിളിച്ചു പോകുന്ന സമയത്ത് അത് ആ കുഞ്ഞ് തന്നെ എടുത്ത് കരങ്ങളിൽ കൊടുത്തതിന് ശേഷമാണ്. അങ്ങനെയാണ് ഈ സാക്ഷ്യത്തിൻ്റെ ആരംഭം ഉണ്ടാകുന്നതും. പിന്നീട് നെക്സ്റ്റ് അത് ബൈബിളിലേക്കാണ് വരണത്. അപ്പോൾ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ വെറുതെ കേട്ടു പോരുത്. അതിൻ്റെ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതിൽ. പിന്നീട് ബൈബിളിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദേശം യെശയ്യാ പുസ്തകത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതും പിന്നീട് അങ്ങോട്ട് ഈ ജീവിതം വീണ്ടെടുത്ത് ഇന്ന് ഈ അൾത്താര വരെ വന്ന് നിൽക്കുന്ന വിശ്വാസയാത്രയാണ് വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞു. അതിൽ നമ്മൾ പറയുന്ന പോലെ മാതാവ് ചിലപ്പോൾ ഈ 3 പുതുക്കായിട്ടും ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് തോന്നി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് തന്നെ ഒരു ബോധ്യം നൽകിയിട്ടാണ് ആൾത്താരെ നിൽക്കുന്നത്. തൻ്റെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും മാതാവ് ക്രമീകരിക്കുന്നുണ്ട്. അപ്പച്ചന് ലഭിച്ച സൗഖ്യം ക്രമീകരിക്കുന്നതിനോടൊപ്പം ഈ മകളുടെ ജീവിതവും കൂടി ക്രമീകരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരുമിച്ച് വിരിയണം. ഒരു പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം അതാണ്, പരസ്പരം മാറി ജീവിക്കുവാനുള്ളൊരു തീരുമാനത്തിൽ നിന്ന്. ഇതിപ്പോൾ ആദ്യത്തെ സാക്ഷ്യമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ വന്ന സാക്ഷ്യങ്ങളുണ്ട്. അപ്പം ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സെറ്റിൽമെൻറ്റ് നടത്തുന്നതെന്ന് നമുക്കറിയത്തില്ല. ഒരു കാര്യം അറിയേണ്ടത്, ദൈവത്തിനോട് ചേർന്ന്, അതുകൊണ്ട് കർത്താവ് എപ്പോഴും പറയണം, നിങ്ങൾ എന്നിലും നിലനിൽക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കുമെന്നൊക്കെ പറയുന്ന വചനത്തിൻ്റെ ഒരു ഇതാണ്. ഉടമ്പടിയിൽ സംഭവിക്കുന്നത് ഇത് തന്നെ. അപ്പോൾ അത് ക്രമീകരിക്കപ്പെടുന്നു. അപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ പരീക്ഷയെല്ലാം എഴുതി ദൈവം ക്രമീകരിക്കുന്നു. ഒപ്പം ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയുന്ന ഉടമ്പടിയിൽ വല്ലാത്തൊരു സംഭവമുണ്ട്. അതായത് ഇത്രയും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളിങ്ങനെ തീക്ഷ്ണതയോടെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു. ഒപ്പം മാതാവിൻ്റെ വലിയൊരു പ്രസൻസ് ഉടമ്പടി വസ്തുക്കളിലൂടെ ലഭിച്ചു എന്നും പറഞ്ഞത് ഏറെ പ്രത്യേകിച്ച് ഇതിൽ കൃപാസനം പത്രം എന്നത് തന്നെയാണ് പറയുന്നത്. അപ്പം അങ്ങനൊരു പ്രസൻസ് അനുഭവിക്കാൻ പറ്റണം. ഏറ്റവും അവസാനം ഇന്നേ അൾത്താര വരെ വന്ന് നിൽക്കുമ്പം ഒരുപാട് അനുഭവങ്ങളുമായിട്ട്, ഒരു പക്ഷേ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊരു വിഷയമേ അല്ല. കർത്താവ് ചില ഉപമകൾ അവസാനിപ്പിക്കുമ്പോൾ പറയും, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ഒരു പക്ഷേ ചില സാക്ഷ്യങ്ങൾ അങ്ങനെയാണ്. വിശ്വസിക്കുവാനുള്ള എല്ലാ യുക്തിയും വ്യക്തമായിട്ട് ഒരു പ്രൊഫഷണൽ നേഴ്സായതുകൊണ്ട് തന്നെ വിത്ത് ഡോക്യുമെൻറ്റ്സിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇതാണ് സംഭവിച്ചത്, ഇങ്ങനെ സംഭവിക്കണം. കാരണം അവർ പഠിച്ചവരാണ്. അപ്പോൾ അത്രയും ബോധ്യത്തിൽ പറയുന്നു. ഇനി ദൈവം തിരഞ്ഞെടുത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അഭിഷേകം ലഭിക്കട്ടെ, ദൈവം തിരഞ്ഞെടുക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകിച്ച് നമ്മൾ കേട്ട സാക്ഷ്യത്തെ പ്രതിയും ദൈവം ഇടപെട്ട് ഈ മാർഗത്തെ പ്രതിയും, ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച ആ വിശ്വാസത്തിൽ ലഭിച്ച ഇത്രയും അനുഭവങ്ങളെയും പ്രതി നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം